ഹായ് ഫ്രണ്ട്സ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ആദ്യ പാഠങ്ങൾ നിങ്ങളിൽ പലരും വളരെ അധികം പ്രയോജനപ്പെടുത്തി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അവർക്ക് വേണ്ടി വീണ്ടും പരിശീലന പ്രശ്നങ്ങളോടൊപ്പം കോൺസെപ്റ്റ്സ് ഒന്നുകൂടി വിശദീകരിക്കുന്നു. 5, 10, 15, 20, 25 ഈ പ്രോഗ്രഷൻ അല്ലെങ്കിൽ സമാന്തര ശ്രേണി ഇത് 5ന്റെ പട്ടികയാണ്, അതായത് ടേബിളാണ്. 5ന്റെ ടേബിൾ ഗുണന പട്ടികയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത നമ്മൾ നോക്കിയാൽ അറിയാം, എല്ലായിടത്തും 5 തന്നെയാണ് കോമൺ വ്യത്യാസം, പൊതു വ്യത്യാസം. നമുക്കറിയാം ഗുണന പട്ടികകളിൽ എപ്പോഴും ആദ്യോടന്തം ആ വ്യത്യാസം ഒന്ന് തന്നെ നിലനിൽക്കുന്നതുകൊണ്ടാണ് അതിനെ ഗുണന പട്ടിക എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ ആദ്യ പദം തന്നെയാണ് അതിന്റെ പൊതുവ്യത്യാസം. അതുകൊണ്ട് ഈ സംഖ്യകളുടെ തുക കാണാൻ എത്ര ആണോ പദങ്ങളുള്ളത് ആ പദങ്ങൾ കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നാൽ നമുക്ക് ഒരു പ്രോഗ്രഷൻ 10ൽ നിന്നോ 15ൽ നിന്നോ 20ൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാൻ പറ്റും. 4ൽ നിന്ന് ആരംഭിക്കാം. ഇതേ പൊതുവ്യത്യാസം വെച്ചിട്ട് 4ൽ നിന്നോ 5ൽ നിന്നോ 6ൽ നിന്നോ 7ൽ നിന്നോ ഒക്കെ നമുക്ക് ഒരു പ്രോഗ്രഷൻ ആരംഭിക്കാം. ഇതേ പൊതുവ്യത്യാസം വെച്ച് +5 5 കൂടെ കൂട്ടിയാൽ. ഇനി പദങ്ങളുടെ തുക കാണാൻ 2 തരത്തിൽ നമുക്ക് ചെയ്യാം. SN സം ഓഫ് n ടേംസ് കാണാൻ വേണ്ടിയിട്ട് A1 + AL അതിനെ നമ്പർ ഓഫ് ടേംസിന്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ മതി. A1 + AL ആദ്യ പദവും അവസാന പദവും. ഇത് L എന്ന് സൂചിപ്പിക്കാറുണ്ട്. A എന്നും L എന്ന് സൂചിപ്പിച്ചാലും മതി. എന്നാൽ നമ്മുടെ സമവാക്യത്തിൽ A1 + AL എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ മുഴുവൻ പദങ്ങളുടെ പകുതി കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് A1 AL എന്ന് പറയുന്ന ഒരു പെയറാണ്. അപ്പോൾ മൊത്തം സംഖ്യകൾ, അതായത് പദങ്ങൾ പേഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ പകുതി എടുത്താൽ മതി. അതുകൊണ്ടാണ് n/2 എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 5 ആണ് ആദ്യ പദമെങ്കിൽ 5 അധികം 50th ടേം 250 ഇൻറ്റു 50/2, അതായത് 255 ഗുണം 25. നമുക്കറിയാം 25ന്റെ സ്ക്വയർ 625 ആണ്. അതിൻ്റെ കൂടെ ഒരു 0 കൂടെ കൊടുക്കും. 5 കൊണ്ട് ഗുണിക്കാൻ 5 കൊണ്ട് 25നെ ഗുണിക്കാൻ 25 5 125. അപ്പോൾ 5 × 7 3 6 6375 എന്ന് കിട്ടും. ഇനി മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. മറ്റൊരു സമവാക്യം എന്ന് പറയുന്നത് SN = n/2 × 2a + n-1 × d. ഇതാണ്. അപ്പോൾ സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n/2. ഇവിടെ 50 തന്നെ നമ്മൾ എടുക്കുന്നു. 25. 2a എന്ന് പറയുന്നത് 10. 10 അധികം n-1 × d. n-1 എന്ന് പറയുന്നത് 49 ആണ്. 49 ഇൻറ്റു d 49 ഗുണം 5. അപ്പോൾ 245 10 255 ഗുണം 25. അപ്പോൾ 6375 എന്ന് കിട്ടും. ഇനി 2 4 6 8 എന്നാണ് പദങ്ങൾ എങ്കിൽ അതിൻ്റെ 25ാമത്തെ ടേം
കണ്ടുപിടിക്കാൻ 25ാമത്തെ പദം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 25ാമത്തെ പദം കണ്ടുപിടിക്കാൻ an is equal to a plus n minus 1 into t. കണ്ടുപിടിക്കേണ്ട പദം 25ാമത്തേതായതുകൊണ്ട് 24 ഗുണം 2. അപ്പൊ ഇവിടെ എ ആദ്യ പദം നമ്മളെ കോമൺ ഡിഫറൻസ് തന്നെ ആയതുകൊണ്ട് അത് 25 2 50 എന്ന് നിസ്സാരമായിട്ട് നമുക്ക് കിട്ടും. ഇവ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് പദങ്ങൾ എന്ന് കരുതുക. 8, 13, 18, 23. ഇവിടെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം. 8, 5, 13, 13, 5, 18, 18, 5, 23. ഇതാണ് കോമൺ ഡിഫറൻസ്, രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇനി പദങ്ങളുടെ nth ടേം കാണാൻ 50th ടേം കാണാൻ നമ്മൾ 50th ടേം കാണാൻ 49 into 5 പ്ലസ് ഫസ്റ്റ് ടേം 8. ഫസ്റ്റ് ടേം പ്ലസ് മൊത്തം ടേംസിന്റെ എത്രാമത്തെ ടേമാണ് കാണേണ്ടത്, അതിൽ നിന്ന് 1 കുറച്ചു, അതിനെ 5 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 253 എന്ന് കിട്ടും. കാരണം ഇവിടെ 5ൽ നിന്ന് 3 കൂട്ടുന്നതാണ് 258 എന്ന് പറയുന്നത്. 5ൽ നിന്ന് 3 കൂട്ടുന്ന 8 എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ 3 ഇവിടെയും അത് പ്രതിഫലിക്കും. ഇനി Sn is equal to A1 plus AL into n/2. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. A1 എന്ന് പറയുന്നത് 8, AL എന്ന് പറയുന്നത് 253, ഇനി n/2 എന്ന് പറയുന്നത് 25. അപ്പോൾ 253 8 261 എന്ന് കിട്ടും. 261 into 24. ഇതായിരിക്കും നമ്മളുടെ പദങ്ങളുടെ തുക. 261 ഗുണം 25. ഈ 1നെ 25 കൊണ്ട് ഗുണിക്കാൻ 100 കൊണ്ട് ഗുണിച്ചതിന് ശേഷം അതിന്റെ 4 കണ്ടാൽ മതി. 6 4 24, ശിഷ്ടം 2, 21 വരും. അപ്പോൾ 21ൽ 14 20, വീണ്ടും ശിഷ്ടം 1 വരും. അപ്പൊ 100 നമുക്ക് ഒന്നിച്ചെടുക്കാം. 25. 6525 വിവിധ തരം സംഖ്യാശ്രേണികൾ, അതായത് സീക്വൻസസ്, GP, ജിയോമെട്രിക് പ്രോഗ്രഷൻ, ഇങ്ങനെ പല വിഷയങ്ങളെ പറ്റിയും എനിക്ക് പഠിച്ച് നിങ്ങളെ പഠിപ്പിക്കാനാകും. താല്പര്യമുള്ള ആളുകൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ.